മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. മകരവിളക്ക് ദർശിക്കാനായി കൂടുതൽ ദിവസം സന്നിധാനത്ത് തങ്ങുക തീർത്ഥാടകരെ നിർബന്ധപൂർവ്വം തിരിച്ചയക്കേണ്ടെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇന്നും നാളെയുമായി സന്നിധാനത്ത് ഉദ്യോഗസ്ഥതല യോഗം ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും. സന്നിധാനത്ത് നിന്ന് സജി സി വാര്യരുടെ റിപ്പോർട്ട്. മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെയാണ് സന്നിധാനത്തും മറ്റു പ്രദേശങ്ങളുമായി വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. വ്യൂ പോയിന്റുകൾ തയ്യാറാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആണ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്. പമ്പയിലും അതുപോലെ പമ്പ മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ വ്യൂ പോയിന്റുകൾ അതുപോലെ മറ്റ് സുരക്ഷാ സന്നാഹങ്ങളെല്ലാം വിലയിരുത്തി 15-ാം തീയതി രാവിലെ 10 മണി വരെ മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് കടത്തിവിടുകയുള്ളൂ. ഉച്ച കഴിഞ്ഞ് തീർത്ഥാടകരെ കടത്തിവിടില്ല. ഈ സാഹചര്യമുണ്ട്. അപ്പോൾ അതേസമയം പുല്ലുമേടിൽ നിന്നുള്ള ആളുകൾ കൂടുതൽ എത്തുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ തീർത്ഥാടകർ ഇവിടെ വന്ന് സന്നിധാനത്ത് വന്ന് തങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണം. അതേസമയം തീർത്ഥാടകർക്ക് ഭംഗിയായി മകരവിളക്ക് ദർശിക്കാനുള്ള ഒരു സാഹചര്യവും ഒരുക്കണം. അതിനുള്ള വ്യൂ പോയിന്റുകൾ തയ്യാറാക്കി കഴിഞ്ഞു. അത് കൃത്യമായി പമ്പ ഹിൽ ടോപ്പ് അടക്കമുള്ള മേഖലകളിൽ സുരക്ഷാ സാധ്യത വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ മുൻവർഷങ്ങളിലെ തിരക്ക് ഇത്തവണയും ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ അതിനുവേണ്ട സാഹചര്യങ്ങളും ഒരുക്കുന്നുണ്ട്. മകരവിളക്കിൻ്റെ തലേ ദിവസവും അന്നത്തെ ദിവസവും മകരവിളക്ക് ദിവസവും വെർച്വൽ ക്യൂ വഴിയും എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം 50,000-ഉം അതുപോലെ 40,000-ഉമായി ചുരുക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയ തിരക്ക് ഉണ്ടാകില്ല. എത്തുന്ന തീർത്ഥാടകർക്ക് നല്ല തോതിൽ മകരവിളക്ക് ദർശിക്കാനാകും എന്നാണ് പ്രതീക്ഷ. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ എത്തുന്ന തീർത്ഥാടകരെ ഈ വെർച്വൽ ക്യൂവിൽ എന്ന ഒരു കാരണം പറഞ്ഞ് തിരിച്ചയക്കേണ്ടതില്ല എന്ന തീരുമാനവും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒരു കാരണവശാലും അത്തരത്തിൽ ദർശനത്തിനായി എത്തുന്ന ആളുകളെ ഏതെങ്കിലും കാരണം പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് ബോർഡ് വ്യക്തമാക്കുന്നുമുണ്ട്.